കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 2 ശ്രീ ആർ വിജയകുമാറിന്റെ സന്ദേശം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. വചനം കേൾക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. വചനം അയച്ചുകൊണ്ടാണ് നമുക്ക് സൗഖ്യം തരുന്നത്. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. ഭയം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പോകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഉടമ്പടി വഴി നമുക്ക് വാഗ്ദാനങ്ങളാണ് നിറവേറുന്നത്. വാഗ്ദാനം നമുക്ക് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം, കാത്തിരിക്കണം. അവർക്കെന്നതുപോലെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. ഹെബ്രായർ 4:2. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. നിയമാവർത്തനം 28 9-10 വചനങ്ങളിൽ ദൈവം പറയുകയാണ്, ഞാൻ പറയുന്നത് നീ ചെയ്താൽ അതാണ് ഉടമ്പടി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല, ദൈവത്തെ കണ്ടില്ല, അനുഭവം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത് സമർപ്പിക്കുകയാണ്. ഞാൻ നിന്നെ വിടില്ല, എന്നെ അനുഗ്രഹിക്കാതെ എന്ന് പറയണം. യാക്കോബ് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തും എന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 32:26. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. നീ അനുതപിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം കിട്ടും. അനുതപിച്ച് നാം ദൈവത്തിന്റെ അടുത്ത് നിൽക്കണം. ചുങ്കക്കാരന്റെ അനുഭവം അനുതാപമായിരുന്നു. അവൻ ഉറ്റുനോക്കിയത് ഈശോയിലേക്കാണ്. ദൈവമേ, എനിക്ക് യോഗ്യതയില്ല നിന്റെ മുമ്പിൽ ഇരിക്കാൻ, എന്നോട് കരുണയായിരിക്കണമേ. അപ്പോൾ ഞാൻ പാപിയാണെന്നുള്ള ഒരു ഉൾക്കാഴ്ചയുണ്ടാകണം. അത് തന്നെയാണ് അനുതാപം. 2 കൊറിന്തോസ് 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ദൈവം അയക്കുന്ന സഹനം അനുതാപത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയം നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നിലനിൽക്കും, അവിടുത്തോടുകൂടി ആയിരിക്കും. അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ചേർന്ന് നിൽക്കാനുള്ള ഒരു വഴിയാണ് അനുസരണം. നമുക്ക് തോന്നും, ഞാൻ നേടിയെടുത്തത് എൻ്റെ ബലം കൊണ്ട് നേടി, എൻ്റെ ശക്തി കൊണ്ട് നേടി, എൻ്റെ ബുദ്ധി കൊണ്ട് നേടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും. അങ്ങനെ വല്ലതും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കണം. അനുസരണ പഠിക്കണമെങ്കിൽ ഹെബ്രായർ 5:8 അനുസരിച്ച് സഹനത്തെ ഏറ്റെടുക്കണം, അനുതപിക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം ചൊല്ലി അനുതപിക്കണം. ദൈവമേ, എൻ്റെ വാക്കാൽ, നാവാൽ ഞാൻ പാപം ചെയ്തു, ചിന്തയാൽ ഞാൻ പാപം ചെയ്തു. മറ്റുള്ളവരോട് എനിക്ക് ദേഷ്യം തോന്നി, എനിക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുറിവുകൾ ഹൃദയത്തിലുണ്ട്. മുറിവുകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കില്ല. ദൈവമേ, നിന്നെ നോക്കുമ്പോഴേക്കും നീ കൽപ്പിച്ചതൊന്നും എനിക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുകയാണ്. എന്നെ ശക്തിപ്പെടുത്തണേ ദൈവമേ, എന്നെ കൃപയാൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അത് ചൊല്ലി അനുതപിക്കണം.